ഗുഡ് മോർണിംഗ്. തിരഞ്ഞെടുപ്പ് തരംഗം മാറി. ഇപ്പോൾ കേരളത്തിലാകെ ഉഷ്ണതരംഗമാണ്. സൺസ്ട്രോക്ക് വരാനുള്ള ചാൻസ് വളരെയധികമാണ്. സൺബേൺ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അബോധാവസ്ഥയിലേക്കാവാം. പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യുകയും അതുപോലെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എമർജൻസി മെഷേഴ്സ് എടുക്കുകയും ചെയ്യണം. മിനിമം 3 ലിറ്ററെങ്കിലും തണുത്ത വെള്ളം കുടിക്കുക. തണുത്ത വെള്ളം എന്നുദ്ദേശിക്കുന്നത് ഫ്രീസറിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വച്ചിട്ടുള്ള വെള്ളമല്ല, സാധാരണ നോർമൽ ടെമ്പറേച്ചറിൽ വയ്ക്കുന്ന വെള്ളം. അതുപോലെ തന്നെ ശീതീകരിച്ച ഹൈഡ്രേറ്റഡ് ഡ്രിങ്ക്സൊക്കെ അവോയ്ഡ് ചെയ്യുക. പ്രോട്ടീൻ കണ്ടൻറ്റ് മാക്സിമം കുറയ്ക്കുക. കാരണം നമ്മുടെ കിഡ്നീസിന് പ്രോട്ടീൻ കണ്ടൻറ്റിനെ അതിൻ്റെ നൈട്രോജീനസ് വേസ്റ്റുകളെ എക്സ്ക്രീറ്റ് ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും. അതുകൊണ്ട് പ്രോട്ടീൻ കണ്ടൻറ്റ് കുറയ്ക്കുക. കഞ്ഞി പോലെയുള്ള ആഹാരങ്ങൾ കഴിക്കുക. ഒപ്പം തന്നെ നമ്മൾ കോട്ടൺ തുണികൾ, അതും വളരെ ലൂസായിട്ടുള്ള കോട്ടൺ തുണികൾ ഉപയോഗിക്കുക. അല്പമെങ്കിലും വല്ലാതെ വരികയാണെങ്കിൽ കുറച്ച് വെള്ളം നനച്ച തുണി മുഖം കഴുകാനും മുഖം തുടയ്ക്കാനും മറ്റും ഉപയോഗിക്കുക. ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകുക. പിന്നെ ഫാനിൻ്റെ ചൂടിനും ഇപ്പോൾ ചൂടാണ്, എന്നാലും അതല്ലേ നമുക്ക് ആശ്രയിക്കാൻ പറ്റുള്ളൂ. എപ്പോഴും കൂളറും എ സിയും ഒക്കെ എല്ലാവർക്കും പറ്റുകയില്ലല്ലോ. കഴിയുന്നതും 9 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് വെയിലത്തിറങ്ങാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള, അതായത് വെള്ളം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, വാട്ടർമെലൺ, അതുപോലെ വെള്ളരിക്ക, അങ്ങനെയുള്ള സാധനങ്ങൾ ധാരാളം കഴിക്കുക. പച്ചക്കറികൾ കഴിക്കുക. ഇലക്കറികൾ കഴിയുന്നതും ഒഴിവാക്കുക. ഇങ്ങനെ പല രീതിയിലും നമുക്ക് സൺസ്ട്രോക്ക് തടയാനായിട്ട് കഴിയും. ഈ ഉഷ്ണതരംഗം മാറുന്നത് വരെ നമുക്കൊരു വെജിറ്റേറിയൻ ഫുഡ് സ്റ്റൈലൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? അത് നമ്മളെ വളരെയധികം സഹായിക്കും. സൺസ്ട്രോക്ക് വന്ന് വീഴുന്നതിനേക്കാൾ നല്ലതല്ലേ, അല്ലെങ്കിൽ കിഡ്നി ഡാമേജ് ആകുന്നതിനേക്കാൾ നല്ലതല്ലേ നമുക്ക് ഈ കുറച്ച് വെജിറ്റേറിയൻ ഫുഡ്. കുറച്ച് രുചിയൊക്കെ കുറവായിരിക്കും, എന്നാലും അതൊന്ന് പരീക്ഷിക്കുക. ഷുഗർ, വെളുത്ത ഷുഗറും അതുപോലെ മറ്റും ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. പിന്നെ അത്യാവശ്യം വന്നാൽ ഓരോ വീട്ടിലും 1 ലിറ്റർ വെള്ളത്തിൽ 1 പിഞ്ച് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒരു ORS ഉണ്ടാക്കി വയ്ക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുക. അത് നിർജ്ജലീകരണം കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഓക്കെ, ഇതൊക്കെയല്ലേ സുരക്ഷിത മാർഗങ്ങൾ?